ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോളിഫ്ലവർ എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയാണ്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോളിഫ്ലവറും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 250 ഗ്രാം അളവിലാണ് കോളിഫ്ലവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മുടെ ഈ കോളിഫ്ലവർ എല്ലാം അരിഞ്ഞ ഉടനെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ അതൊന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയം നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി വേണ്ട കാര്യമാണ് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ മാത്രം മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ഏലയ്ക്ക, ഒരു ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 3 ഗ്രാമ്പും കൂടി. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയും കൂടി. അപ്പോൾ ചെറിയ സവാളയിൽ ഒരു 2 സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ലൈറ്റായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് വഴണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. നമ്മുടെ സവാള എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ തക്കാളി, ഒരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ കൂടി ഒന്ന് പെട്ടെന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, കൂടെ തന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. മസാലകൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് ഈ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാത്രം ഒന്ന് മാറി കിട്ടിയാൽ മതിയാവും. ഇതുപോലെ നല്ല രീതിയിൽ ഞാനിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് വളരെ കുറച്ച് വെള്ളം കൂടി. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ വേണ്ടതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഗ്രേവിക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്.
ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് വരികയാണ്. ഇനി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കോളിഫ്ലവറും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇതിങ്ങനെ ഇരുന്ന് ഈ ഗ്രേവിയിൽ നല്ലതുപോലെ തിളക്കട്ടെ. അതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ഈ മസാല എല്ലാം കോളിഫ്ലവറിൽ നന്നായിട്ട് ഇതായി പിടിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവി എല്ലാം ലൈറ്റായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഫസ്റ്റിലേ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പെപ്പർ ഫ്രൈയും കൂടെ ആയതിൻ്റെ പേരിൽ കുറച്ച് കുരുമുളക് പൊടി തന്നെ ഫ്രണ്ടിൽ നിൽക്കണം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതിലുള്ള ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് വേണം നമ്മളൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ നല്ല രീതിയിൽ നമ്മളിതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഗ്രേവി എല്ലാം കുരുമുളക് പൊടി ആയതിൻ്റെ പേരിൽ തന്നെ കുറച്ച് എരിവുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ച് നമുക്ക് ചേർത്തെടുക്കാവുന്നതേ ഉള്ളൂ. 1 ടീസ്പൂൺ അളവിലൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷെ ഇരുന്നാലും ആ പെർഫെക്റ്റ് ടേസ്റ്റ് ഇതുപോലെ കുരുമുളക് പൊടി അധികം ചേർക്കുമ്പോഴാണ് കേട്ടോ. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ കോളിഫ്ലവറിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വെന്തിട്ടുണ്ടാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഫൈനലി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് കറിവേപ്പിലയും കൂടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഫൈനലി പിന്നെ വേണ്ടതാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം നമ്മുടെ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും പഞ്ചസാരയൊക്കെ നമ്മുടെ കോളിഫ്ലവറിൽ നന്നായിട്ടൊന്ന് കോട്ടാകുന്നത് പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നതെന്ന്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ഇനി ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്യാണ്. ഇനി ഫ്ലെയിം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉറപ്പായിട്ടും ഇതുപോലൊരു കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ദോശയുടെയോ ചപ്പാത്തിയുടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഷെയർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.